നമസ്കാരം. ഇന്നത്തെ എൻ്റെ ചോറിൻ്റെ കറി അയലക്കറിയാണ്. അയല തൈര് ഒഴിച്ചിട്ട് വെക്കുന്നതാണ്. ഒറ്റ അയലയാണ് മുറിച്ച് ചട്ടിയിലിട്ട് ഉപ്പും മുളകും മഞ്ഞളും കറിവേപ്പിലയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നല്ലോണം പെരക്കി വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം ഇത്തിരി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കും. അത് നല്ലോണം വെന്ത് വന്നതിന് ശേഷം ഞാനിതാ മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങ ഇട്ട് തേങ്ങേൻ്റെ കൂടി നല്ലോണം കട്ട തൈരാണ് ഒഴിക്കുന്നത്. ആ തൈര് ഒഴിച്ചിട്ടാണ് ഞാൻ തേങ്ങ അരക്കുക. അതിൻ്റെ അകത്ത് ഇത്തിരി ജീരകം ചേർക്കും. ചില ആൾക്കാർ മീനിൻ്റെ തേങ്ങ അരക്കുമ്പോൾ മഞ്ഞളെല്ലാം ചേർക്കും. നമ്മളതൊന്നും ചേർക്കില്ല. സാധാ പച്ച തേങ്ങ തന്നെ അരക്കുക. എന്നിട്ട് ഈ തൈര് ഒഴിച്ചിട്ട് തേങ്ങ അരക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തേങ്ങ നല്ലോണം ചന്ദനം മതി അരഞ്ഞ് കിട്ടും. ഈ മീനിൻ്റെ കറിക്കും പച്ചടിക്കെല്ലാം തേങ്ങ നല്ലോണം അരഞ്ഞിട്ടില്ലെങ്കിൽ ഒരു രുചിയും ഉണ്ടാവില്ല. കറി മേലെ ഇങ്ങനെ പിണ്ടി പോലെ കറീൻ്റെ മേലെ പൊന്തി നിൽക്കും. എൻ്റെ കറി ഇതാ വെന്ത് മീൻ തക്കാളി ഇതെല്ലാം ഒന്ന് ഇതായി വന്നതിന് ശേഷം ഞാൻ അരപ്പ് കറീൻ്റെ അകത്തേക്ക് ഒഴിച്ച് ഉലുവേൻ്റെ ഒരു വറവ് മീനിൻ്റെ കറിക്ക് ഇടണം. അത് നിർബന്ധമാണ്. ഉലുവ വറുത്തിട്ട് കഴിഞ്ഞാലേ ആ മീൻ കറിക്ക് ഒരു ടേസ്റ്റ് വരും. എന്നിട്ട് ആ വറുത്തിട്ട് പാത്രത്തിൻ്റെ അകത്ത് ഒരു ഇത്തിരി കൂടി കോരി ഒഴിച്ച് പിന്നെ അങ്ങോട്ടേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അതെല്ലാം നല്ലൊരു രുചി കൂട്ടാനുള്ളൊരു പണ്ടത്തെ ആൾക്കാരെ ഓരോരോ ട്രിക്കാണ്. ഞാൻ എന്നിട്ട് ഇനി എൻ്റെ അടുത്ത കറി എന്ന് പറയുന്നത് തക്കാളീൻ്റെ പച്ചടിയാണ്. തക്കാളി പച്ചടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തക്കാളി പച്ചടി. 3 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പിലയും ഇത്തിരി ഉപ്പും ഇട്ടിട്ട് ഒരു 3-4 വിസിൽ ഞാൻ വരുത്തിക്കലുണ്ട്. തക്കാളി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേകുന്ന സാധനമാണ്. എന്നാൽ കൂടി ഞാൻ തക്കാളിക്ക് ഒരു 4 വിസിൽ വരുത്തിക്കുക. എന്താ വെച്ചാൽ അത് ഒന്ന് നല്ലോണം വെന്തങ്ങോട്ട് ചേരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി വെള്ളം മതി അടുപ്പത്ത് വെച്ച് ഒരു 3-4 വിസിൽ വരുത്തിക്കുക. എന്നതിന് ശേഷം അത് വാങ്ങി വെച്ചാൽ നല്ലോണം തണിയണം. അരപ്പ് ചേർക്കണമെങ്കിൽ നല്ലോണം തണിയണം. അരപ്പ് എന്ന് വെച്ചാൽ തേങ്ങയും തൈരും തക്കാളിക്ക് പുളിപ്പുള്ളത് കൊണ്ട് തൈര് കുറച്ചേ എടുക്കണ്ടു. തക്കാളിക്ക് നല്ല കുറച്ചുകൂടി തൈരെല്ലാം ഒഴിക്കുമ്പോൾ നല്ല പുളി കൂടും. അതിൽ നല്ലത് കുറച്ച് തൈര് എടുക്കുക. എന്നിട്ട് നല്ലോണം അരച്ചെടുക്കുക. ആ തേങ്ങ അരഞ്ഞെന്ന് തോന്നുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഇത്തിരി കടുകിട്ടിട്ട് വീണ്ടും ഒന്ന് അരക്കുക. എന്നിട്ട് ഈ തണിഞ്ഞ തക്കാളീൻ്റെ അതിൻ്റെ അകത്തേക്ക് ഈ അരച്ച തേങ്ങ ഒഴിച്ച് നല്ലോണം വറ്റൽ മുളകും കടുകും ഇട്ടിട്ട് ഒരു വറവും കഴിച്ച് കഴിഞ്ഞാൽ തക്കാളി പച്ചടി അടിപൊളിയായിരിക്കും. പുളിപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്താൽ മതി. തക്കാളിക്ക് പുളിപ്പുള്ളതുകൊണ്ട് അധികം തൈരിൻ്റെ ഒരു ആവശ്യം വരില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.